ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആമി സ്കൂളിലൊക്കെ പോയതിന് ശേഷം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. കുറച്ച് ക്ലീനിങ്ങും പിന്നെ അതുപോലെ തന്നെ അയൺ പാൻ സീസണിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തേക്കൂ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് വായിച്ച് തീർത്തൊരു ബുക്കാണ് കേട്ടോ ഈ ഖദീജ എന്ന് പറയുന്ന ബുക്ക്. അപ്പം ഞാനിത് മീഷോയിൽ നിന്ന് മേടിച്ചതാണ്. കോംബോ ഓഫറിന് സ്നേഹം ഖദീജ എന്ന് പറഞ്ഞിട്ട് ഈ 2 ബുക്ക് ഓഫറിന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പം ഞാനിത് വായിച്ച് തീർന്നപ്പോഴേക്കും ഒരുപാട് കരഞ്ഞു. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം നമുക്കിത് വായിച്ച് തീരുമ്പോഴേക്കും പൊട്ടിക്കരഞ്ഞിട്ടല്ലാതെ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അത്രയ്ക്കും ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും ഈ നോവൽ വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ. വായിക്കാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കുക. നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റും കൂടി ആയിരിക്കും ഈ നോവലിൻ്റെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ആമുഖം എന്ന് പറയുന്നത് തന്നെ ഹസ്ബൻഡിനും വൈഫിനും വേണ്ടിയിട്ട് ഉള്ളൊരു നോവലാണ് കേട്ടോ. അതായത് ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിനെ എന്തായാലും ഇത് വായിച്ച് കേൾപ്പിക്കുക, അല്ലെങ്കിൽ അവരോട് വായിക്കാനും പറയണം. ഏതൊരു പുരുഷനും അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും വായിച്ചിരിക്കേണ്ട മസ്റ്റ് റീഡ് നോവലാണ്. കാരണം എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്രയ്ക്കും ഭയങ്കരമായിട്ട് ഒരു മോട്ടിവേഷൻ ആണെങ്കിലും ലവ് ആണെങ്കിലും എല്ലാം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിച്ച് തന്നെ അതിൻ്റെ ഒരു ഫീൽ അറിയുക കേട്ടോ. അപ്പോൾ എനിക്കത് വായിച്ച് കഴിഞ്ഞപ്പോഴേക്കും 2 ദിവസത്തേക്ക് ഭയങ്കര ഒരു മൈൻഡ് ഔട്ട് ആയതുപോലെ ആയിരുന്നു. കാരണം എനിക്കതിൽ ഓരോ കഥാപാത്രങ്ങളെയും മറക്കാൻ പറ്റുന്നില്ല. ഖദീജ ആണെങ്കിലും അതുപോലെ അബൂക്ക ആണെങ്കിലും പിന്നെ ആയിഷ, ഇവരൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല കേട്ടോ. അതുപോലെ കുൽസു, നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ പറ്റുന്ന, എക്കാലത്തും നമുക്ക് ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന അത്രയ്ക്കും നല്ലൊരു നോവലാണ്. അപ്പം നിങ്ങൾ എന്തായാലും വാങ്ങിച്ച് നോക്കും. നിങ്ങൾക്ക് ഇതിൻ്റെ കോഡ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ വായിച്ചിട്ടുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നിട്ട് നമ്മുടെ ബാൽക്കണിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കിച്ചൺ ഷെൽഫ് ക്ലീൻ ചെയ്യണം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോ ഉണ്ടല്ലോ, ലാസ്റ്റ് വീഡിയോയിൽ ഞാനിങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചായിരുന്നു. അപ്പോൾ കമൻറ്റ്സ് ഇടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നതാണ്. ആര്യൻ രതീഷ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത്. ഹായ് ആതിര, ഞാൻ പ്രീതി രതീഷ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ. പിന്നെ ദോശയ്ക്ക് അരയ്ക്കുന്ന സമയത്ത് ഉഴുന്ന് കുതിർന്നതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചാലും മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മിക്സി ചൂടാവുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോഴേക്കും പറയുന്നൊരു ടിപ്പാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല മോട്ടിവേറ്റഡ് വീഡിയോസാണ്. ഞാനും അങ്ങനെ ആവാൻ വിചാരിക്കും. ബട്ട് ആതിരയെ പോലെ ക്ഷമ കിട്ടുന്നില്ല. എന്തെങ്കിലും ജോലി സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ആതിരയുടെ വീഡിയോ കാണും. അപ്പോൾ കുറച്ച് മോട്ടിവേഷൻ വരും. എനിക്കും 3rd സ്റ്റാൻഡേർഡ് പഠിക്കുന്ന മോളുണ്ട്. നെയിം ആരുഷി ആണെന്നാണ് തോന്നുന്നത് കേട്ടോ. എനിക്ക് അറിയത്തില്ല, ആരുഷിയാണോ എന്നറിയില്ല. അടുത്ത വീഡിയോയിൽ ഒന്ന് എൻ്റെ മോളെ ഒന്ന് മെൻഷൻ ചെയ്യണേ. അവൾക്ക് വീഡിയോൻ്റെ സൗണ്ട് കേട്ടാൽ പറയും ഇത് ചെന്നൈയിലത്തെ അവരല്ലേ അമ്മയെന്ന്. അപ്പോൾ എനിക്ക് ഈ കമൻറ്റ് വായിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ ആരുഷി മോൾക്കൊരു ഹായ് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 3ാം സ്റ്റാൻഡേർഡിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ആമയുടെ അതേ പ്രായമാണ്. പ്രീതി രതീഷ് ഈ കമൻറ്റ് ഇട്ടതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ചാനൽ നിർത്തരുത്, ഭയങ്കര ഇഷ്ടമാണ്, നല്ല മോട്ടിവേഷൻ ആണെന്ന്. അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഇത്രയും കമൻസ് ഒക്കെ വരുമെന്ന്. എല്ലാ വീഡിയോയിലും കമൻറ്റ് ഇടുന്ന കുട്ടിയാണ് ഷബാന. പുള്ളിക്കാരി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ചെറുതാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ സാധിച്ചില്ലേ, അപ്പോൾ അത് തന്നെ ഒരു ഭയങ്കര വലിയ കാര്യമല്ലേ എന്ന് ചോദിച്ചോട്ടോ. ശരിയാണ്, ഞാനത് എപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് കേട്ടോ. എനിക്ക് നമ്മുടെ ഈ ചാനലിലുള്ള സബ്സ്ക്രൈബേഴ്സിനെ ഒന്നും പരിചയമില്ലാത്തവരാണ്. അതിൽ എൻ്റെ 1-2 റിലേറ്റീവ്സും അതുപോലെ തന്നെ വിരലിൽ എണ്ണാവുന്ന 1-2 ഫ്രണ്ട്സ് മാത്രമാണ് എനിക്ക് അറിയാവുന്നത് കേട്ടോ. പിന്നെ അല്ലാതെ ഉള്ളവരെല്ലാം എനിക്ക് അപരിചിതരാണ്. എൻ്റെ വീഡിയോയിലൂടെ മാത്രം എന്നെ സ്നേഹിക്കുന്ന ആളുകളാണ് ബാക്കി എല്ലാവരും. അപ്പം ഈ വീഡിയോയിൽ കണ്ടിട്ട് മാത്രം എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി പേരെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ലക്കിയാണെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കും. അതുപോലെ തന്നെ ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ അതിനെപ്പോഴും നന്ദി പറയും ദൈവത്തോട്. കാരണം എൻ്റെ ശബ്ദം കേട്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സ്നേഹിച്ച് തുടങ്ങിയ ഇത്രയും പേരില്ലേ എന്നോടൊപ്പം. ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ആരുമായിട്ടും പെട്ടെന്ന് അടുക്കുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. അതായത് പക്ഷേ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുകയും അവരെ അങ്ങനെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് വെക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്ക് ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ പതിയെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ചാനലിൽ വരുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു ഫാമിലി വലുതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് മുന്നോട്ട് പോകാൻ
പോകാൻ പറ്റുന്നത്. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം വീട്ടമ്മമാരിൽ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതല്ലേ. അപ്പം എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അനുഭവം വെച്ചിട്ട്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ നേരിട്ട പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ഇതിൽ നിന്നും ഓവർകം ചെയ്തത് എന്നുള്ളതൊക്കെ. അപ്പോൾ ശരിക്കും വേണ്ടിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് ഫോൺ അഡിക്ഷൻ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറ്റത്തില്ല. കാരണം ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഇല്ലാതെ ഒരു പൂച്ചക്കുഞ്ഞു പോലും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അത്രയ്ക്കും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് മൊബൈലിൽ അഡിക്റ്റഡ് ആണെന്നല്ല, എല്ലാവരുടെ കയ്യിലും ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടായിരിക്കും. നമ്മുടെ അടുത്ത് എത്ര പൈസ ഇല്ലെന്ന് പറഞ്ഞാലും കയ്യിലൊരു ഫോൺ ഇല്ലാത്തതായിട്ട് ആരും കാണത്തില്ലല്ലേ. അപ്പം ഒരിക്കലും ഞാൻ ഈ മൊബൈൽ ഫോണിനെ കുറ്റം പറയത്തില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന രീതി, നമ്മുടെ കയ്യിലാണ് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യേണ്ട രീതിക്ക് യൂസ് ചെയ്തില്ലെങ്കിൽ വരുന്ന പ്രശ്നങ്ങൾ ഇരിക്കുന്നതല്ലേ. അപ്പം എൻ്റെ അടുത്താണെങ്കിൽ മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോഴൊന്നും എനിക്ക് എൻ്റെ അച്ഛൻ അങ്ങനെ ഫോണൊന്നും മേടിച്ച് തന്നിട്ടില്ലായിരുന്നു. അപ്പം അന്നൊക്കെ ഞങ്ങൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് 2013 കാര്യമാണ് പറയുന്നത്. 2010 മുതൽ 2013 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇത്രയും സ്മാർട്ട് ഫോണുകളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പ്രചാരത്തിലൊന്നും വന്നിട്ടില്ല. അന്നൊക്കെ നോക്കിയയുടെ ഫോണൊക്കെയാണ് കൂടുതലും എല്ലാവരും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ സമയത്ത് പോലും എൻ്റെ ഉണ്ടായിരുന്നത് അച്ഛൻ്റെ ഒരു പഴയ ഒരു കീപാഡ് ഫോണായിരുന്നു കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഹോസ്റ്റലിലായ കാരണം കൊണ്ട്, അതും ഹോസ്റ്റലിൽ ജോയിൻ ചെയ്ത ഒരു 6 മാസം കഴിഞ്ഞപ്പോഴേക്കാണ് അച്ഛൻ എനിക്കത് തന്നത്. അച്ഛൻ്റെ പഴയ ഒരു ഫോണാണ് തന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ അമ്മയുടെ അടുത്താണെങ്കിലും അച്ഛൻ്റെ അടുത്താണെങ്കിലും ഒക്കെ ഈ ഒരു കീപാഡ് ഫോൺ തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കയ്യിൽ ഈ ഒരു ഫോൺ വരുന്നത് ശരിക്കും എൻ്റെ കല്യാണത്തിന് ശേഷമാണ്. നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ അത്ഭുതമായിട്ട് തോന്നുമായിരിക്കാം, സത്യമാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ ഒരു മാരേജ് ഫിക്സ് ചെയ്ത സമയത്ത് എനിക്ക് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായിട്ടൊരു സ്മാർട്ട് ഫോൺ മേടിച്ചു തന്നത്. അപ്പോൾ ആ സമയത്ത് എൻ്റെ അനിയൻ ഇങ്ങനെ ഫൈനൽ ഇയർ പഠിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവനും ഒരു ഫോൺ വാങ്ങുകയുണ്ടായി. അതും അവൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്ത്, അച്ഛനോട് ഇങ്ങനെ ഫോൺ മേടിച്ച് കൊടുക്കാനൊന്നും ഞങ്ങൾ രണ്ടുപേരും ആവശ്യപ്പെട്ടിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അവൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്ത് അതിൽ നിന്ന് കിട്ടിയ പൈസ സേവ് ചെയ്തിട്ട് മേടിച്ചതാണ്. അച്ഛൻ്റെ അനുവാദത്തോടു കൂടി തന്നെയാണ് എൻ്റെ അനിയനും ഫോൺ മേടിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫോൺ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം സ്മാർട്ട് ഫോൺ ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇത് ഇങ്ങനെ ടച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ എനിക്കൊരു കൊതിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ എനിക്കൊരിക്കലും അങ്ങനെ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ഇത് വേണമെന്ന് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഈ വാട്സാപ്പ് പോലും യൂസ് ചെയ്യാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയുന്ന കേൾക്കാം വാട്സാപ്പിനെ കുറിച്ചൊക്കെ. അപ്പോൾ എനിക്ക് എന്താണ് ഈ വാട്സാപ്പ് എന്നും അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്താണ് ചെയ്യേണ്ടതെന്നോ മെസ്സേജ് അയക്കുന്നതോ എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു കളിപ്പാട്ടം കിട്ടിയ ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ കൂട്ടുകാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നാണ് ഞാനത് ഉപയോഗിക്കാനായിട്ട് പഠിച്ചത്. പിന്നെ അല്ലാതെ ഞാൻ ഈ യൂട്യൂബ് എന്ന് പറയുന്നൊരു സംഭവമേ ഞാൻ ഇൻസ്റ്റാളും ചെയ്തിട്ടില്ലായിരുന്നു. എനിക്കതിനെക്കുറിച്ച് അറിയത്തുമില്ല കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു. പിന്നെ ആയപ്പോഴേക്കും മാരേജ് കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷം ഞാനിങ്ങനെ ഹസ്ബൻഡൊക്കെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ മാത്രമാണ്, അച്ഛനും അനിയനും എല്ലാവരും ജോലിക്ക് പോയാൽ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഇങ്ങനെ ഒരു ദിവസം എനിക്കിങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റാൾ ചെയ്ത് ഞാനിങ്ങനെ അതിലെ വീഡിയോസൊക്കെ കാണാൻ തുടങ്ങി. അന്നൊന്നും ഇത്രത്തോളം വ്ളോഗ് ചാനലുകളോ അല്ലെങ്കിൽ ഇത്രയും പോപ്പുലാരിറ്റി ഇല്ല. അതായത് ഇത്രയും വീഡിയോസൊക്കെ എങ്ങനെയൊന്നും ആരും ചെയ്യുന്നതായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ. അന്നൊക്കെ വ്ളോഗൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കുറവായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കണ്ട് തുടങ്ങിയ ചാനലുകൾ ഇങ്ങനെ കുക്കിംഗ് ചാനലുകളായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് പുതിയ പുതിയ റെസിപ്പീസ് ഇങ്ങനെ തപ്പി നോക്കി അങ്ങനെ തമിഴിലുള്ളതും മലയാളത്തിലുള്ളതും ഒക്കെ കാണുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴേക്കാണ് ഒരു സമയത്ത് എനിക്കിങ്ങനെ വ്ളോഗിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും അങ്ങനെ ഞാൻ ഈ വ്ളോഗ് ചാനലുകൾ തമിഴിലുള്ളതാണ് ആദ്യമായിട്ട് കണ്ടു തുടങ്ങുന്നത്. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പം രാവിലെ എല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലത്തെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ ഫോൺ നോക്കലാണ് കേട്ടോ പരിപാടി. അപ്പം ഞാൻ പോലും അറിയാതെ എൻ്റെ വിലപ്പെട്ട സമയമാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ആമി ജനിച്ചു കഴിഞ്ഞതിന് ശേഷവും ഇത് തന്നെ ആയിരുന്നു അവസ്ഥ. മാരേജ് കഴിഞ്ഞൊരു 2 വർഷം ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ആമി ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും ഇത് തന്നെയായിരുന്നു അവസ്ഥ. അങ്ങനെ പിന്നെ ആയപ്പോഴേക്കും ഭയങ്കരമായിട്ടൊരു അഡിക്ഷൻ പോലെ, അതായത് എനിക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം രാവിലെ എഴുന്നേറ്റ് ജോലി ചെയ്യുന്ന ആ ഒരു ടൈമിൽ മാത്രമാണ് ആ ഫോണിന് റെസ്റ്റ് ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ പോയിട്ട് എല്ലാവരെയും പറഞ്ഞു വിട്ടതിന് ശേഷം ഞാൻ നേരെ വന്നിട്ട് ഫോൺ എടുത്ത്, അതും ബെഡിൽ കിടന്നുകൊണ്ടാണ് ഫോൺ കാണൽ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒക്കെ എപ്പോഴും എൻ്റെ കയ്യിൽ ഫോൺ
ഫോണാണ് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ അന്ന് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു പരിപാടി എന്ന് പറയുന്നത് ക്യാൻഡി ക്രഷിൻ്റെ ഗെയിമില്ലേ, അതിങ്ങനെ ഇൻസ്റ്റാൾ ചെയ്തിട്ടിട്ട് അതിങ്ങനെ കളിക്കുമായിരുന്നു. ആമിയുടെ ആ ഒരു പ്രഗ്നൻസി സമയത്തൊക്കെ ഞാൻ എപ്പോഴും ഗെയിമിൽ അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് എപ്പോഴും അന്നും വഴക്ക് പറയായിരുന്നു ഇങ്ങനെ ഇത്രത്തോളം ഗെയിം ഇങ്ങനെ അഡിക്റ്റഡ് ആവരുതെന്ന്. പക്ഷേ എനിക്ക് വേറൊരു നേരം പോക്കില്ല. അപ്പോൾ എനിക്ക് ഫോൺ മാത്രമായിരുന്നു ഒരു ആശ്രയം. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ആയിരുന്നു കേട്ടോ ഫോണ്. അപ്പോൾ പിന്നെ ആയപ്പോഴേക്കും എനിക്ക് തന്നെ ഒരു സ്വബോധം വന്നു തുടങ്ങി. പ്രത്യേകിച്ച് ആമി ജനിച്ചതിന് ശേഷം ചില സമയത്തൊക്കെ ഞാൻ കുഞ്ഞിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് പോലും ഈ ഫോൺ ഓൺ ചെയ്ത് വെച്ചേക്കും. അവൾ തീരെ കുഞ്ഞാണ്, അപ്പം അറിയാമല്ലോ, അപ്പം കുട്ടികളെ ആ ഒരു സമയത്ത് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുമ്പോൾ നമുക്കും ഭയങ്കര ഫ്രസ്ട്രേഷനും വല്ലാത്തൊരു ഡിപ്രഷനും അങ്ങനത്തെയൊക്കെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ ഈ ഫോണാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ പിന്നീട് എനിക്ക് മനസ്സിലായി ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല, ഇതിൽ എന്തെങ്കിലും ഒരു ഈ ഒരു ഉപയോഗം കുറയ്ക്കണം എന്നുള്ളത് എനിക്ക് തന്നെ സ്വയം ഒരു ബോധ്യം വന്നേട്ടോ. അപ്പോൾ എന്ന് കരുതി വീട്ടിലെ പണികളൊന്നും എടുക്കാതിരിക്കുന്നില്ല, അതും ചെയ്യും, അതിനോടൊപ്പം തന്നെ ഈ ഫോൺ അഡിക്ഷനും. അപ്പോൾ അങ്ങനെ ആയപ്പോഴേക്കും പിന്നെ ആയപ്പോൾ ആമി കുറച്ചും കൂടി വലുതായി. ആമി ഒന്ന് സ്കൂളിലൊക്കെ പോകാൻ തുടങ്ങിയതിന് ശേഷം പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് തന്നെ ചിന്തിച്ചു തുടങ്ങിയത്. ബോറടിച്ചിരുന്നപ്പോഴേക്കും ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടായിരുന്നു, ഇങ്ങനെ വ്ളോഗ് ചാനൽ എങ്ങനെ തുടങ്ങാം, യൂട്യൂബ് ചാനൽ എങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടപ്പോഴേക്കാണ് എനിക്കൊരു ഐഡിയ കിട്ടിയത്. അപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കൊരു ആഗ്രഹമുണ്ട് ഉള്ളിൽ എങ്ങനെയെങ്കിലും ഒരു ചാനൽ തുടങ്ങണമെന്ന്. അങ്ങനെ ആദ്യമായിട്ട് ഞാനൊരു കുക്കിംഗ് ചാനൽ തുടങ്ങി. അന്നത്തെ വീഡിയോസൊക്കെ ഭയങ്കര മോശമായിരുന്നു കേട്ടോ. ഇത്രത്തോളം ക്ലാരിറ്റിയോ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നിനും അറിയത്തില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞത് തുടങ്ങിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. അപ്പം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നും പഠിക്കണമെന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ട് യൂട്യൂബിൽ തന്നെയുള്ള വീഡിയോസൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് തന്നെയാണ് ഞാൻ ചാനലിനെ കുറിച്ചെല്ലാം പഠിച്ചത്. പിന്നീട് എനിക്ക് തോന്നി ഈ ഒരു കുക്കിംഗ് ചാനൽ അത്ര റീച്ച് അല്ലാതെ വന്നപ്പോഴേക്കും ഞാൻ പിന്നെ വേറൊരു വ്ളോഗ് ചാനൽ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ആ ചാനലും അധികം അങ്ങനെ നല്ലതായിട്ട് പോവാതെ വന്നപ്പോഴാണ് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പം എൻ്റെ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം എപ്പോഴാണ് കുറച്ച് തുടങ്ങിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ റീസെൻ്റായിട്ട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതിന് കാരണം മറ്റൊന്നും അല്ല, എനിക്ക് തന്നെ ഞാൻ സ്വയം എന്നെക്കുറിച്ചൊന്ന് വിലയിരുത്താൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒട്ടും പ്രൊഡക്റ്റീവ് അല്ല, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്ന പോലെ തോന്നി. അപ്പോൾ നമുക്കിങ്ങനെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ ഒരു ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ പറ്റത്തില്ല കേട്ടോ. ഇറ്റ്സ് എ പാർട്ട് ഓഫ് ലൈഫ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോൺ ഇല്ലാതെ ആർക്കും തന്നെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണല്ലേ. അപ്പം ഞാൻ കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മുടെ ജോലികൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമുക്ക് ഫോണ് നോക്കലും ബാക്കി പരിപാടികളൊക്കെ ചെയ്യാം എന്നുള്ളതായി. അതിൽ മെയിനായിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് ലിസ്റ്റ് എഴുതി വെക്കാൻ തുടങ്ങി കേട്ടോ. അതായത് ഒരു ദിവസം എനിക്ക് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. പിന്നെ മെയിനായിട്ട് ഞാൻ ഫോൺ ഇപ്പോൾ കൂടുതലായിട്ടും എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ വീഡിയോസ് എനിക്ക് എടുത്തേ പറ്റത്തുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ എടുക്കും. പിന്നെ എഡിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു പ്രത്യേകം ടൈം ഇല്ല കേട്ടോ. ഞാൻ എപ്പോഴും എഡിറ്റിങ്ങിലായിരിക്കും. കാരണം വീട്ടിലെ പണികളുടെ ഇടയിലായിരിക്കും ഞാൻ എഡിറ്റിംഗ് ചെയ്യുന്നത്. വീട്ടിലെ ജോലികളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് എഡിറ്റിംഗ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം കിട്ടുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കുറേശ്ശെ എഡിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും എഡിറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ അതിന് വോയിസ് ഓവർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ സമയം ഈ ഒരു എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട് ഫോണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ മൊബൈലിൽ ഞാൻ വീഡിയോസ് കാണുന്നത്, അതായത് ഈ യൂട്യൂബിൻ്റെ വീഡിയോസ് കാണുന്നത് ഭയങ്കരമായിട്ട് കുറയ്ക്കാൻ തുടങ്ങി കേട്ടോ. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ എല്ലാ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു, ഒരുപാട് ചാനലുകൾ ഇങ്ങനെ ഫോളോ ചെയ്യുമായിരുന്നു, അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നേ. പക്ഷേ പിന്നെ ആയപ്പോഴേക്കും ഞാനത് കുറച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കണ്ടൻസ് ആണെങ്കിൽ മാത്രം ഞാൻ ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. അതും മലയാളത്തിലൊക്കെ വളരെ ചുരുക്കമാണ്. തമിഴും തെലുങ്കും അതുപോലെ ഹിന്ദിയും അതുപോലെ ജാപ്പനീസും കൊറിയനും ഒക്കെ എൻ്റെ ഫോണിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും സൈലൻ്റ് ആയിട്ടുള്ള വ്ളോഗുകൾ മാത്രം. എനിക്ക് അങ്ങനെ ഒരുപാട് ബഹളമുള്ള വ്ളോഗുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ചാനലുകളുണ്ട്, അതൊക്കെയാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇപ്പോൾ മുമ്പൊക്കെ ഞാനിങ്ങനെ കുത്തിയിരുന്ന് കാണുമായിരുന്നു, പക്ഷേ ഇപ്പം അങ്ങനെ കാണലില്ല. എന്തെങ്കിലും അടുക്കളപ്പണി ചെയ്യുന്ന സമയത്ത് ആ വ്ളോഗ് അങ്ങോട്ട് ഓൺ ചെയ്ത് വെച്ചേക്കും. എന്നിട്ട് ഞാനിങ്ങനെ സൈലൻ്റായിട്ട്, ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇവിടെ ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ കാണില്ല, ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ ഒരുപാട് കാണാനായിട്ട് തുടങ്ങിയപ്പോഴാണല്ലോ എൻ്റെ കണ്ണിനൊക്കെ പ്രശ്നം തുടങ്ങി, ഡ്രൈ ഐസ് ഒക്കെ ഉണ്ടായി. ഇടയ്ക്ക് വെച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പം ഇത് നമ്മുടെ ഹെൽത്തിനെയും ബാധിക്കാൻ തുടങ്ങിയെന്ന് കണ്ടപ്പോഴേക്കാണ് യൂസേജ് കുറച്ചത്. എന്നാലും 100% കുറഞ്ഞിട്ടില്ല യൂസ്. കാരണം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഞാനൊരു ഇങ്ങനെ ചാനൽ
ഫോണിലുള്ള കാരണം കൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് ഒഴിവാക്കാൻ പറ്റിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡയറക്റ്റായിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇത് സംഭവം കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഈ ഒരു സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ബുക്സുകൾ റീഡ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ മറ്റ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ നമുക്ക് ഇൻവോൾവ് ആവാം കേട്ടോ. ഗാർഡനിങ് ആണെങ്കിലും നമുക്ക് എന്തെങ്കിലും സ്റ്റിച്ചിങ് ചെയ്യാനാണെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഹോബീസ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ചിട്ട് അതവിടെ സൈഡിൽ കേൾക്കുമല്ലോ, അപ്പോൾ നമ്മുടെ പണിയും നടക്കും, ഹോബിയിൽ ഏർപ്പെടുകയും ചെയ്യാം. എനിക്ക് തോന്നുന്നത് നമുക്ക് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് പാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഒരു ഉപയോഗം ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ നൈറ്റ് ടൈമിലുള്ള ഫോണിൻ്റെ ഉപയോഗം ഭയങ്കരമായിട്ട് എനിക്കുണ്ടായിരുന്നു. ബെഡിൽ പോയി കിടന്നാൽ എനിക്ക് ഫോണും കൊണ്ടേ ഉറങ്ങാൻ പറ്റുള്ളൂ, അത്രയ്ക്കും ഭയങ്കര അഡിക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഫോണ് നേരത്തെ തന്നെ ഓഫ് ചെയ്ത് വെച്ചേക്കും. അതായത് കുറച്ച് മാറ്റി വെച്ചേക്കും, ബെഡിൻ്റെ അടുത്തൊന്നും വെച്ചേക്കാതെ ദൂരോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ പോയിട്ട് ഒരു നോവൽ എടുത്ത് വെച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്ത് വെച്ചേക്കും വായിക്കാനായിട്ട്. എപ്പോഴും എൻ്റെ ബെഡിൻ്റെ സൈഡിലൊരു ബുക്ക് ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം ഞാൻ വന്ന് കിടക്കുന്ന സമയത്ത് എനിക്ക് നോവൽ വായിക്കാമല്ലോ അല്ലെങ്കിൽ ബുക്ക് വായിക്കാമല്ലോ. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ അങ്ങനെയാണ് ഫോണിൻ്റെ ഉപയോഗം രാത്രികളിൽ ഒഴിവാക്കിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഓൺലൈൻ ആപ്പുകളെല്ലാം ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ആപ്പുകൾ എൻ്റെ അടുത്ത് വാട്സപ്പ് മാത്രമാണുള്ളത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലില്ല. ഫേസ്ബുക്കിൽ എനിക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിലും ഞാനത് അൺഇൻസ്റ്റാൾ ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. വല്ലപ്പോഴും അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കും, എന്തെങ്കിലും ഒരു ഫോട്ടോ എനിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യും. അത്രയും അല്ലാതെ ഞാൻ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒട്ടും ആക്റ്റീവ് അല്ല. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഒട്ടും താല്പര്യമില്ല. ഞാൻ അതിനെക്കുറിച്ചൊരു വ്ളോഗിൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് ആകെ കൂടിയുള്ളത് ഈ ഒരു യൂട്യൂബ് ചാനലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് കുറച്ച് നേരത്തേക്ക് ബോധപൂർവ്വം നമ്മുടെ ഈ ഫോൺ എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റി വെച്ചേക്കുക. അതായത് നമ്മൾ കാണുന്ന രീതിയിൽ ഈ ഫോൺ വെച്ചേക്കുമ്പോഴേക്കാണ് നമുക്ക് ഭയങ്കരമായിട്ട് ഇത് യൂസ് ചെയ്യാനായിട്ട് തോന്നുന്നത്. ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വൈഫൈ കണക്ഷനാണ് ഉള്ളത്. എനിക്കാണെങ്കിൽ ഹസ്ബൻഡ് ഫോണിൽ റീചാർജും ചെയ്ത് തരും. അപ്പം ഞാൻ ഫോണിൽ റീചാർജ് ഇപ്പോൾ ചെയ്യാറില്ല കേട്ടോ. അത് ചെയ്യാത്തതിൻ്റെ കാരണമെന്ന് വെച്ചിട്ട് മെയിൻ റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാലും മാളിലോ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലും ഒരു സെക്കൻഡ് ഗ്യാപ്പ് കിട്ടിയാലും അപ്പം തന്നെ ഞാൻ ഫോൺ എടുത്തിട്ട് നോക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടോ, കമൻറ്റ് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഒരു ഫാമിലി ടൈമും കൂടിയാണ് പോകുന്നത്. അപ്പം വൈഫൈ എന്തായാലും വീട്ടിലല്ലേ ഉള്ളൂ കണക്ഷൻ. അപ്പോൾ ആ ഒരു സമയത്ത് വീട്ടിൽ മാത്രം നമുക്ക് വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ എന്നുള്ള രീതിയിൽ ഇപ്പോൾ മൊബൈലിൽ റീചാർജ് ചെയ്യാറില്ല. അതായത് നെറ്റിൻ്റെ റീചാർജ് ചെയ്യാറില്ല, മറ്റേത് മാത്രമാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ പറയുന്നത് പൂർണ്ണമായിട്ടും നിങ്ങളിത് ഒഴിവാക്കിയില്ലെങ്കിലും ഒരു പരിധിവരെ നമുക്ക് ഇതിൻ്റെ ഉപയോഗം തടയാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആപ്പുകളിലുള്ള നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്തിട്ടേക്കും. മെയിനായിട്ട് ഞാൻ യൂട്യൂബിലുള്ള നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്താണ് ഇട്ടേക്കുന്നത് കേട്ടോ. എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എനിക്കറിയാം അവരുടെ വീഡിയോസ് എപ്പോഴാണ് വരുന്നതെന്ന്. ഇല്ലെങ്കിൽ എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് ഞാൻ കാണുന്നത്. അപ്പം നിങ്ങളും അതുപോലെ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് നോക്കൂ. ഇപ്പോൾ നമ്മുടെ വീഡിയോസ് ആണെങ്കിലും ഏത് സമയത്താണ് വരുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ആപ്പ് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടേക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നതിനനുസരിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടേ ഇരിക്കാനായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ടൈം എന്ന് പറയുന്നത് അത്രയും വാല്യുബിൾ ആണല്ലേ. ആ സമയം നമ്മൾ കളയുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫിലെ നല്ലൊരു ഭൂരിഭാഗം സമയം നമ്മൾ വേസ്റ്റ് ആക്കുമായിരിക്കും ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാനാണെങ്കിൽ ഷോർട്സ് വീഡിയോസ് കാണൽ വളരെ കുറവാണ്, ഞാൻ കാണത്തേ ഇല്ല കേട്ടോ. കാരണം അതിങ്ങനെ ഒരെണ്ണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിന് പുറകെ ഒന്നായി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നമുക്ക് സമയം ഭയങ്കരമായിട്ട് അത് എടുക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ, ഷോർട്സ് വീഡിയോ അല്ലെങ്കിൽ റീൽസൊക്കെ. അപ്പം ഞാൻ എപ്പോഴും ലോങ് വീഡിയോസ് കാണുന്ന ഒരാളാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടുകയും ചെയ്യും, നമുക്ക് ടൈം പാസ് ആവുകയും ചെയ്യും. ടൈം പാസ് എന്നതിലുപരി നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന അത്രയും സമയം യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് മാത്രമാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഷോർട്സ് ഫീഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കാണുകയും വേണം അല്ലേ. നമ്മൾ കണ്ടുകൊണ്ടിരുന്നാലാണ് നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നേരുതി എപ്പോഴും അങ്ങനെയല്ല കേട്ടോ. ചില സമയത്ത് ഞാനും ഷോർട്സൊക്കെ കാണാനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങ് കണ്ടുകൊണ്ടിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പിംഗ് ആപ്പുകളൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ മീഷോ ഒക്കെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് അതിലിങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കി ഇരുന്നിട്ട് കുറേ സമയം അങ്ങനെ കളയും. അപ്പം ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത്
വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം ഞാനത് ഇൻസ്റ്റാൾ ചെയ്യും. എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഷോപ്പിംഗ് ആപ്പുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടാലുള്ളൊരു മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പൈസയും പൊയ്ക്കൊണ്ടിരിക്കും കേട്ടോ. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്ത് തുടങ്ങിയത്. ഇതിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് എൻ്റേതായ കുറച്ച് സമയം കിട്ടുന്നുണ്ട്. പിന്നെ ഫോൺ ഒരിക്കലും ഒട്ടും കാണണ്ട അല്ലെങ്കിൽ ഉപയോഗിക്കേണ്ട എന്നല്ല കേട്ടോ പറഞ്ഞത്. നമ്മൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ദിവസത്തിൽ 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ മാത്രമേ ഞാൻ ഫോൺ ഉപയോഗിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഇത്രയും സമയമേ ഞാൻ കാണുള്ളൂ, എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഞാനിത് യൂസ് ചെയ്യുള്ളൂ എന്നുള്ളത് നമ്മൾ തന്നെ ഒരു ദൃഢനിശ്ചയം എടുക്കുകയാണ് വേണ്ടത് കേട്ടോ. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നമ്മുടെ ഫോൺ അഡിക്ഷൻ മാറ്റാനായിട്ട് പറ്റും. എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് നമ്മൾ വീട്ടിലിരുന്ന് ഇങ്ങനെ ചുമ്മാ ഫോൺ കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം അങ്ങ് പോകുന്നത് അറിയത്തില്ല, നമുക്ക് പ്രൊഡക്റ്റീവ് ആവാൻ പറ്റത്തില്ല. ശരിക്കും ഇപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കളെ എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മുടെ കയ്യിൽ എടുക്കുന്നത് ഈ ഒരു ഫോണായിരിക്കും അല്ലേ? എത്ര പേരാണ് അതിനോട് യോജിക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഞാൻ പണ്ട് ഇങ്ങനെ ആയിരുന്നേ, ചാർജ് ഇങ്ങനെ തീരാറായി ഒരു 0% ആവുന്നവരെ യൂസ് ചെയ്യും, എന്നിട്ട് ലാസ്റ്റ് കൊണ്ടുപോയിട്ട് ഫോൺ ചാർജ് ചെയ്യാനായിട്ട് ഇടും കേട്ടോ. എന്നിട്ട് അത് ഫുള്ളാവുന്നതിന് മുന്നേ തന്നെ എടുത്ത് നോക്കുവാണ് അടുത്ത് യൂസ് ചെയ്യാനായിട്ട് എപ്പോഴാണ് പറ്റുന്നതെന്ന്. അത് ഇല്ലാന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടുമാണ്, ഒരു മാനസികമായിട്ടൊരു വിഭ്രാന്തിയും എന്തൊക്കെയോ ഒരു അവസ്ഥ. അപ്പം അത്രയ്ക്കും നമ്മളൊക്കെ അഡിക്റ്റഡ് ആണ്. ഞാൻ അഡിക്റ്റഡ് ആയിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങളും ഇതിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കും ഞാൻ പറഞ്ഞതായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അപ്പം എനിക്കറിയാമെന്നുള്ള കുറച്ച് കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി നിങ്ങൾ ഫോളോ ചെയ്യുന്ന ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ നമ്മൾ ഇതുപോലെ ഒരു അയൺ പാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടാണ് എടുത്തത്. ഇത് എൻ്റെ വിഷ് ലിസ്റ്റിൽ ഒരു 2 വർഷം കൊണ്ട് കിടക്കുന്നൊരു സാധനമാണ് കേട്ടോ. എൻ്റെ അടുത്ത് ഇതിൻ്റെ ചെറുതാണ് ഉണ്ടായിരുന്നത്, അപ്പോൾ വലുതാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത് കേട്ടോ. 10 ഇഞ്ചിൻ്റെയാണ്. ഞാൻ നോക്കിയപ്പോഴേക്കും ഇൻഡസ് വാലിയുടേത് നല്ല ബ്രാൻഡാണെന്ന് കണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് മേടിച്ചത്. അപ്പോൾ എനിക്കിത് ഹസ്ബൻഡ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് തന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ. ഒരു 1500 രൂപയോടെ ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വലിയ സൈസാണ്. ഞാനിത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് സീസൺ ചെയ്യുന്നതാണ് കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാത്തതാണ് കേട്ടോ. ഈ സംസാരിക്കുന്നതിനിടയിൽ അത് വിട്ടുപോയി. സവോളയൊക്കെ ഇട്ടിട്ടാണ് സീസണിങ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു ചെറിയ എൻ്റെ അടുത്തുള്ള ഈ ഒരു ഫ്രൈ പാനിൻ്റെ സീസണിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ മുൻപ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വീഡിയോ ലാസ്റ്റ് വരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പുതിയൊരു വീഡിയോ നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.